അത് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇവനെ വേണ്ട എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വരുവാന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്ത സാധനം ഒരു വീഡിയോ ആണ് അവൻ ഇട്ടു. ഈ സാധനം നമ്മൾ അറിയുന്നുണ്ടോ ഇവനെ വേദനിപ്പിക്കാൻ ഇവൻ മനഃപൂർവ്വം ഇട്ട് കൊടുത്ത സാധനമാണത്. അല്ല കാരണം വെച്ചാൽ നമ്മൾ പറയത്തില്ല ചേട്ടാ, എന്താ പറയുക, ഞാനൊരു വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം അന്ന് ദിയ വന്നപ്പോഴത്തേക്ക് എനിക്ക് നോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി, ഇറക്കി വിടാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പക്ഷേ ദിയ ചെയ്തത് ഭയങ്കര ഇല്ലീഗൽ കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് ദിയ പറയുന്നുണ്ട്, ഇത് കാരണമാണ് ഞാൻ ജീവിച്ചു പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അന്നേരം കച്ചവടം കാണുമായിരിക്കും മേ ബി, ഇത് കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സജിന, ഫിറോസ്, പിന്നെ റസൂൽ പൂക്കുട്ടി, ഇപ്പോൾ ഇത്രയും പേരെ കാര്യമാണ് ഇന്ന് പറയുന്നത്. ഇത് സജിന വന്ന് കുറേ കാര്യങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടി മറുനാടന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കൊടുത്തേക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ. ഇതൊക്കെ സംഭവങ്ങൾ സത്യമാണോ, ഇതൊക്കെ നടന്നാണോ എന്ന് നമ്മൾ ഞെട്ടിപ്പോവും. അതുപോലത്തെ കുറേ കാര്യങ്ങളാണ്, അതും കുറേ ആൾക്കാരൊക്കെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ള നമുക്ക് വീഡിയോയിൽ കേൾക്കാം. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നിക്കുന്ന ഒരു കാര്യം തോന്നിയോ, ഫിറോസ് നല്ലവനാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഫിറോസ് പിന്നെ പുള്ളിക്കാരുടെ സ്വഭാവം വെച്ച് ഇങ്ങനെ പോയില്ലെങ്കിലുള്ള അത്ഭുതപ്പെടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ ഒന്നും നമുക്ക് അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. ഒരു കാര്യങ്ങൾ ഫിറോസ് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ തെളിവ് സഹിതം ഫിറോസ് കൊണ്ട് കാണിക്കുക. ഫിറോസിന് അധികം സംസാരിക്കേണ്ടി വന്നിട്ടില്ല, പക്ഷേങ്കിൽ തെളിവ് സഹിതമാണ് ഫിറോസ് വന്ന് വീഡിയോ ഇട്ടേക്കുന്നത്. ഫിറോസിൻ്റെ ചാനലിലൂടെ തന്നെയാണ് ഇട്ടത്. ഇതുപോലെ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കുമല്ലായിരുന്നു. ഫിറോസിൻ്റെ ചാനലിലൂടെ തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് ഇടയ്ക്ക് 1-2 വാക്കുകൾ മാത്രം പറയേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി മൊത്തം കേൾക്കുന്ന ഏതൊരു മനുഷ്യർക്കും ഇതിലെ സത്യാവസ്ഥ എന്നുള്ളത് ആ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാകും. പക്ഷേ സജിൻ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതിലേറെ പറയുന്നത് ഒന്നും അങ്ങോട്ടൊന്നും ജോയിൻ്റ് ആകുന്നില്ല. ഒരു കാര്യം നമ്മൾ പറയുമ്പം അത് നമ്മൾ പറയുന്നതായിട്ട് എന്തെങ്കിലും ഒരു ചേർച്ച വേണ്ടേ, അങ്ങനെ ഒരു കാര്യമേ ഇതിനകത്ത് ഉണ്ടാകുന്നില്ല. എന്നാണേലും ആദ്യം തന്നെ പുള്ളിക്കാരി കുഞ്ഞുങ്ങളുടെ വയസ്സ് പറയുന്നത് തന്നെ നമുക്ക് കേൾക്കാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ് ചെയ്യാൻ പോകരുത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പോകാം. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളാണ്. എനിക്കറിയാം തൊപ്പിയുടെ കാര്യം വന്നപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു, ഉള്ള ലഹരിയുടെ ഇത് മൊത്തമായിരുന്നു വന്നത്. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഇതാകാം, കുഞ്ഞുങ്ങളെ പോലും അതിലേക്ക് ഇതാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. അതുപോലൊക്കെ തന്നെയാണ് കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ ഇത് വരുന്നുണ്ട്, പറയുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്നാൽ ഈ ഒരു വീഡിയോ, ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു നിവർന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഈ എടുത്തേക്കുന്നത് കൂടുതലുണ്ട്. നമ്മൾ അതിനകത്ത് കയറി കേട്ടാൽ നമുക്ക് ഡൗട്ട് വരുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും, ഇത് എന്നത്തിനാണ് നിങ്ങളൊക്കെ ഇതെടുത്ത് റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പബ്ലിക്ക് വന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പൊട്ടലാക്കുമ്പോഴത്തേക്ക് നമ്മളത് ക്ലിയർ ആകും. നമുക്ക് തോന്നുന്ന സംശയങ്ങൾ ചോദിക്കണ്ടേ, അത്രയേ ഉള്ളൂ. അതേസമയം ഇവരുടെ ലൈഫൊക്കെ ആണെങ്കിൽ ഇവരത് രഹസ്യമായിട്ടാണ് വെക്കേണ്ടത്. ഇവർ പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ വന്ന് പബ്ലിക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പബ്ലിക്കിൽ ഒരു ചർച്ചയാകുക തന്നെ ചെയ്യും. അതിപ്പോൾ എൻ്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും അങ്ങനെ തന്നെ വരുള്ളൂ. അന്നേരം നമ്മൾ ഇട്ട് കൊടുത്താലല്ലേ ആൾക്കാർ അത് റിയാക്ട് ചെയ്യുള്ളൂ. ഇട്ട് കൊടുക്കാതിരുന്ന ആരും റിയാക്ട് ചെയ്തില്ലല്ലോ. എന്നെയാണ് നമുക്ക് ഇത് ആദ്യം തന്നെ ഒരു കാര്യം കേൾക്കാം. ഇതിനകത്ത് ഇവരൊരു വർഷം പറയുന്നുണ്ട്. ആ വർഷം പറയുന്നതും ആ കുഞ്ഞിൻ്റെ ഏജും തന്നെയല്ല ഇപ്പോഴുള്ള കുട്ടിയുടെ ഏജും വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇവർ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. നമുക്കൊന്ന് കേട്ട് നോക്കാം. ആ കാലഘട്ടത്തിൽ 2009-8 നമ്മൾ കല്യാണം വരുന്നത് പറയുമ്പോൾ പിന്നെ ഞാൻ ആ പ്രായം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. 19-20 വയസ്സേ ഉള്ളൂ എനിക്ക്. കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? മോക്ക് 1.5 വയസ്സേ ഉള്ളൂ. 1-2 വയസ്സ്. മോൻ ഇപ്പം 8ൽ, മോൻ 5ലും മോൾ 8ലും. ഇതിനകത്ത് ഇവർ പറയുന്നത് 2008-2009 ഇവരുടെ കല്യാണം നടന്നതെന്നുള്ളതാണ്. ഇവർ പറയുന്ന ആ തെറ്റായിട്ടുള്ള കാര്യം. ഈ വീഡിയോ മൊത്തം ഇത് തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂ മൊത്തം ഇങ്ങനെയുള്ള ഒരുപാട് ഒന്നിനോട് സാമ്യമില്ലാത്ത കുറേ കാര്യങ്ങളാണ്. 2008 എത്രയെന്ന് പറഞ്ഞാലും നമ്മൾ വേറെ എന്ന കാര്യം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വയസ്സ് അതൊന്നും നമുക്ക് ഒരിക്കലും തെറ്റുകയല്ല. പ്രത്യേകിച്ച് ഇവർ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടെ ആകുമ്പോഴത്തേക്ക് തെറ്റുമോ? ഇവർ 2008-ലോ 2009-ലാണ് കല്യാണം നടക്കുന്നതെന്ന് പറഞ്ഞു. നമുക്ക് 2008 വിടാം, 2009 എടുക്കാം. 2009-ലാണ് ഇവരുടെ കല്യാണം നടന്നതെന്നിരിക്കട്ടെ. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും കണക്ക് കൂട്ട്. അതല്ല, നമ്മൾ ഒരു കാര്യം വന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ എന്നതെങ്കിലുമൊക്കെ സത്യങ്ങൾ ഉണ്ടാകണ്ടേ. തുടക്കം തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ തെറ്റുകളാണ്. എനിക്കിത് മൊത്തം ഡൗട്ട് അടിച്ചേക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം 2009-ലാന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവരുടെ കൊച്ചിന് എത്രയാണ്, 2 വയസ്സുണ്ടെന്ന് പറഞ്ഞു. 1.5-2 വയസ്സുണ്ടെന്ന് പറയുന്നു കൊച്ചിന്. ഈ 2009 ഈ 2 വയസ്സായ കൊച്ചിന് ഇപ്പം ഒരു കൊച്ചിന് ഒരു 19 വയസ്സ് കാണും കുഞ്ഞിന്. അത് കഴിഞ്ഞാണേലും മറ്റേ കൊച്ചിനെയാണേലും പറയുന്നത് ഇവർ കല്യാണം കഴിച്ച് അധികം ആകുന്നതിന് മുമ്പ്, ഇപ്പോൾ 2009 തന്നെ അധികം ആകുന്നതിന് മുമ്പ് തന്നെ ഇവർ അതിനെ പ്രഗ്നൻ്റ് ആയി. അത് അതിൻ്റെ കണക്ക് നോക്കിയാലും അതിന് ഒരു 16 വയസ്സെങ്കിലും ആ കുഞ്ഞിന് കാണും. ഇവർ പറയുന്ന കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് 16 അല്ലെങ്കിൽ ഒരു 17 വയസ്സോ കുഞ്ഞിന് കാണും. ആ കുഞ്ഞിത്തല്ല പഠിക്കുന്നതെന്ന് ഇവർ പറഞ്ഞത് 5ാം ക്ലാസ്സിൽ, മറ്റേ കൊച്ച് 8ാം ക്ലാസ്സിൽ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വയസ്സ് എത്രയാണുള്ളത് കുഞ്ഞുങ്ങൾക്ക്? ഈ 20ാമത്തെ വയസ്സിലൊക്കെയാണോ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്? അതാണ് പറഞ്ഞത്. ഇവർ പറയുന്നത് ഒന്നെങ്കിൽ ഇവർ വെപ്രാളത്തിൻ്റെ പുറത്ത് പറഞ്ഞത് എന്നതോ തെറ്റിപ്പോയതാണ് ഇവർക്ക്. ഇവർ പറഞ്ഞത് എവിടെ ഇവർക്ക് ഈ വർഷവും കാര്യങ്ങളും ഒക്കെ തെറ്റിപ്പോയതാണ്. ഇവർ എന്നതിനാണ് ഇത്രയും വെപ്രാളപ്പെടുന്നത്. നമ്മൾ സത്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് വെപ്രാളപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ കള്ളങ്ങൾ പറയുമ്പോഴത്തേക്കാണ് നമ്മൾ ഒരുപാട് വെപ്രാളപ്പെട്ട് പറയേണ്ടി വരുന്നത്. അത് മറ്റുള്ളവരെ നമുക്ക് പറഞ്ഞങ്ങ് ബലിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള വെപ്രാളമാണ് കാണിക്കുന്നത്. ഫിറോസ് ഒരു ബഹളവും കാണിച്ചില്ല. വന്ന് ഫിറോസ് നല്ലവനൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്കാ കോഴിയാണെങ്കിൽ അകരകൈ ഇല്ലാത്ത കോഴിത്തരങ്ങളൊന്നുമില്ല. കാര്യം ദീപ്തി കല്യാണി പറയുന്നുണ്ട് അദ്ദേഹം കാണിച്ച തോന്നിവാസം എന്നാന്നുള്ളത് നല്ല വ്യക്തമായിട്ട്. എൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുമുണ്ട്. അപ്പം അങ്ങേര് വന്നിരുന്നേച്ച് തെളിവ് സഹിതം പറയുമ്പോൾ ആ തെളിവോട് കൂടിയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ഈ പറയുന്നതായിട്ട് യാതൊരു ബന്ധമില്ല. ഇത് തന്നെ നമുക്ക് ഡൗട്ട് അടിക്കുന്ന കാര്യമാണ് ആദ്യമേ തന്നെ. ഇനി അടുത്ത കാര്യം നമുക്ക് കേൾക്കാം.
ഇനി അവർ പോയിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് പറയണ്ട. പക്ഷെ മറ്റേതിനകത്ത് പോയിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് ഇതിനകത്ത് സജിനയ്ക്ക് സംശയിക്കാൻ തക്കതായിട്ടുള്ള ഒന്നുമില്ല ഇവർ തമ്മിൽ സംസാരിക്കുന്നതിനകത്ത്. അല്ല ഉണ്ടല്ലോ, അതിനകത്ത് പറഞ്ഞല്ലോ, മോളെ നീ വെക്കണം, നിന്റെ കൂടെ ഞാൻ ജീവിതകാലം ഫുൾ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, എനിക്ക് വേണം, നിന്റെ സ്വഭാവം എനിക്ക് അങ്ങനെ കുറേ, അതായത് പ്രേമകാര്യം പോലെ, അത് പ്രേമത്തിന്റെ സംസാരം പോലെ തന്നെയാണ്. അങ്ങനെ ലാസ്റ്റ് അതും പൊക്കി, അതുമായിട്ട് ഞാൻ ആ പുള്ളിക്കാരെ വിളിച്ച് കുറേ ചീത്ത പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ജീവിതം, എന്നിട്ട് ഞാൻ പുള്ളിക്കാരെന്ന് പറഞ്ഞു എൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, 6 മാസം പോലും ആയിട്ടില്ല ഈ പുള്ളിക്കാരൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടാണ്. നിങ്ങൾ അന്നേരം പറഞ്ഞു പുള്ളിക്കാരി എന്നെ കുറേ മാപ്പ് പറഞ്ഞു, അങ്ങനെയല്ല എൻ്റെ അബദ്ധവശം ഞാൻ അങ്ങനെ ആയിപ്പോയതാണ്, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഇൻസിഡന്റ് വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇതായിപ്പോയത്, നമ്മളെ വേറെ ഒന്നും തോന്നില്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ കൊല്ലാക്കൊലയെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ കയറി വീണ്ടും മരിക്കാൻ വേണ്ട രീതിയിൽ ഞാൻ തൂങ്ങാൻ പോയപ്പോൾ അവിടുന്ന് എൻ്റെ കാല് പിടിച്ച് സച്ചിൻ അങ്ങനെ ചെയ്യലും ഇങ്ങനെ ചെയ്യലും മറ്റേ ചെയ്യലും പറഞ്ഞിട്ട് വന്നു. വീണ്ടും കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഫേസ്ബുക്കിൽ കുറേ ചാറ്റിങ്ങളായാലോ, കുറേ പെണ്ണുങ്ങളുമായിട്ട് കുറേ ഫോട്ടോസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ പിന്നെ തുടർന്ന് ഞാൻ കുറേ സാധനങ്ങൾ കാണും. എനിക്ക് കഥകൾ പറയാനാണെങ്കിൽ ഈ ഒരു കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് സജിനോട് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. സജിന ഈ സ്വന്തം ഭർത്താവ് ഇങ്ങനെ മറ്റു പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആത്മഹത്യക്ക് ഒരുപാട് തവണ ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഇത് കണ്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെന്ന് പറഞ്ഞു. അത് കണ്ട് ഫേസ്ബുക്കിലെ കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഒറ്റ കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, ഒരു ഭാര്യയും 2 കുട്ടികളും ഉള്ള ഒരു മനുഷ്യനെ നിങ്ങൾ തിരഞ്ഞെടുത്തപ്പം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളെപ്പറ്റി നിങ്ങൾ അതിനെ ചിന്തിച്ചില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലായി എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഈ ഫിറോസ് കാരണമാണ് നിങ്ങളിങ്ങനെ ആയെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ആയ നിങ്ങൾക്ക് ഒരു വിവാഹം കഴിക്കാത്ത ഒരു പുരുഷനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളെ ആരും കുറ്റപ്പെടുത്തത്തില്ലായിരുന്നു. നിങ്ങൾ ആ ഫിറോസിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ആ പെണ്ണ് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ എല്ലാവരും പറയത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നിങ്ങളെ ആരും കുറ്റപ്പെടുത്തത്തില്ലായിരുന്നു. നിങ്ങൾ ഈ പോയേക്കുന്ന മൊത്തം ഉള്ളവരെല്ലാം കല്യാണം കഴിച്ചവരും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളാണ് കൂടുതലും പറയുന്നത്. ഇത് നിങ്ങളിപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും വിഷമങ്ങൾ നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് അനുഭവിച്ച് നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കിടന്ന് ചെല്ലത്തില്ലായിരുന്നു. ഇപ്പം നിങ്ങളുടെ പേരും ചേർത്ത് ചീത്തപ്പേര് കേൾക്കുന്ന ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും നിങ്ങൾ ചെന്ന് കയറുകയായിരുന്നു. നിങ്ങൾ ആ കുടുംബത്തെപ്പറ്റി ഒരു നിമിഷം ഇനി അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയാൽ പോലും നിങ്ങൾ പറഞ്ഞായിരുന്നേ, ഞാനില്ല ഇങ്ങനെ ഒരു കാര്യത്തിന്, കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഇതൊക്കെയാണ്, ഞാൻ അതുകൊണ്ട് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നൊരു ഭാര്യയുണ്ട് നിങ്ങൾക്ക്, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ അവരെത്രമാത്രം വിഷമിക്കും നിങ്ങളൊരു നിമിഷം ഓർത്തന്നെ. നിങ്ങളിതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വന്നിച്ച് പറയുന്നുണ്ട്. ഈ പറയുന്നതിനകത്ത് എല്ലാം ഉണ്ടല്ലോ, നിങ്ങൾക്കെതിരെ വരുന്ന ചോദ്യങ്ങളാണ് കൂടുതൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ പറയുന്നു ഈ കാര്യങ്ങളെല്ലാം ഫിറോസ് കൊണ്ടുവന്നു, നിങ്ങളുടെ ഫ്രണ്ട്സ് കൊടുത്തു, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യമായിരുന്നു എന്ന് പറയും. ഒരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യം ഒരിക്കലും ഒരു ബെസ്റ്റ് ഫ്രണ്ടിനും ആരും അയച്ചു കൊടുക്കുകയില്ല, ഒരിക്കലും കൊടുക്കുകയില്ല. കാര്യം കൊടുത്ത അവർക്കറിയാം അത് പിന്നീട് എന്തെങ്കിലും കറങ്ങി തരും ഇവർക്ക് തന്നെ പണി കിട്ടുമെന്നറിയാം. അതുകൊണ്ട് ഒരു മനുഷ്യരും അങ്ങനെ ചെയ്യല. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരുപാട് തവണ നിങ്ങൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ പിന്നെയും നിങ്ങൾ അതല്ലായിരുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു കൂട്ടായിരുന്നു നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. അതിന് നിങ്ങൾക്ക് കൂടെ ചീത്തപ്പേര് വന്ന് പണി കിട്ടി. ഇതുപോലുള്ള കാര്യങ്ങൾ ഓരോ പെണ്ണുങ്ങളെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പൊക്കുവാണ്. അതായത് അതിനുശേഷം ഞങ്ങൾ ഒരു സൂര്യജോടി നമ്പർ 1 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് പോകുന്നു. സൂര്യ ടി വിയിൽ. അവിടെ ചെന്നപ്പോഴാണ് ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഇടയ്ക്ക് എൻ്റെ സ്റ്റോറിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിനകത്തുനിന്ന് ഒരു പെൺകൊച്ചിനെ കയറി ഞങ്ങളെല്ലാവരും കൂടെ പാർട്ടി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും ഓപ്പോസിറ്റ് ഒരു കണ്ണാടി കൂടെ ബാത്റൂമിനകത്ത് ഈ കൊച്ചിനെ കയറി ഉമ്മ വെക്കുന്നത് ഞാൻ കാണുന്നത്. ഇപ്പോൾ ആ കൊച്ചി എൻ്റെ അടുത്ത് സത്യാവസ്ഥ പറയുന്നുണ്ട്, അവരുടെ കൂടെ നിന്ന് പറഞ്ഞ് ഞാനല്ല ഫിറോസ് ഖാൻ കയറി പിടിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കാണുന്ന കാഴ്ച ആ പെണ്ണിനെ ഫ്രഞ്ച് ചെയ്യുന്നതും ഇങ്ങനെ പിടിച്ചു പോകുന്നതാണ് ഞാൻ കാണുന്നത്. എനിക്ക് അപ്പം രണ്ടുപേരും ഒരു പെണ്ണിനെ തൊടുമ്പം ഞാൻ അതിനെ കുറ്റം പറയുകയല്ല, പെടുമ്പം നമ്മൾ കുതിരി മാറുകയല്ലേ ചെയ്യുന്നത്. അല്ലല്ല, ഒരു ആക്ടറാണ്. അപ്പോൾ അത് വന്ന് കണ്ടുപിടിച്ചു. അതും ഇതുപോലെ സെറ്റിലുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളവും കാര്യങ്ങളും ഒക്കെ. ഇത്ര മാന്യമായിട്ടുള്ള വർത്തമാനം, ഇത്ര ഡീസൻ്റായിട്ട് നമ്മുടെ ദേഹത്ത് ഇഷ്ടമില്ലാത്തത് അങ്ങനെ ചെയ്യും. ശരിയാണ്, പറഞ്ഞ് ശരിയാണ്. ഒരാൾ വന്ന് തൊടുമ്പോൾ കുതിരി മാറും. നിങ്ങൾ ഈ പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഇതിനായിട്ട് എന്തെങ്കിലും ഒരു കുലസ്ത്രീ സമയമുള്ള എന്തെങ്കിലും ഒരു യോഗ്യത നിങ്ങൾക്കുണ്ടോ? പിന്നെ ആ പെൺകുട്ടിയെ പറ്റി നിങ്ങൾ വീണ്ടും ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ പറയാതെ സജിന. കാര്യം നിങ്ങൾ കാണിക്കുന്ന വളരെ മോശമായിട്ടൊരു കാര്യമാണ്. ആ കുട്ടി വന്ന് തെളിവ് സഹിതം ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ദീപ്തി കല്യാണി എന്ന് അവിടെ ഉണ്ടായിരുന്നത് നിങ്ങൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവരും വന്ന് തെളിവ് സഹിതം പറഞ്ഞു. സജിന പറയുന്ന മുഴുവൻ പച്ചക്കള്ളമാണ്, അവിടെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ളത്. ഫിറോസ് കാണിച്ച കൊച്ചിൻ്റെ അടുത്ത് തോന്നിവാസം, പക്ഷേ അത് അന്നേരം അത് കൈ പിൻവലിക്കുകയും അതിന് കയ്യിലാണ് കിസ് ചെയ്തത്. അല്ല നിങ്ങൾ പറഞ്ഞ ഫ്രഞ്ചും ക്രിഞ്ചും ഒന്നും അവിടെ നടന്നിട്ടൊന്നുമില്ല. നിങ്ങൾ ഒരു ഭർത്താവിനെ ചെളി വാരി തേക്കാൻ വേണ്ടി മറ്റൊരു പെൺകുട്ടിയെ കൂടി ഇരയാക്കാതെ, നിങ്ങളൊരു പെണ്ണല്ലേ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നേരെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയുടെ നേരെ ഇങ്ങനെ ചെളി വാരി എറിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ഈ കള്ളം പറയുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. ഈ ഒരു കള്ളം നിങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ പച്ച കള്ളം പറയുന്നുള്ളതിന് തെളിവാണ്. കാര്യം അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇതിന് സത്യാവസ്ഥ പറയുന്നുണ്ട്. അവരെല്ലാം പറയുന്നുണ്ട് ഇങ്ങനൊരു സംഭവം അല്ല അവിടെ നടന്നത്. ഫിറോസ് നിങ്ങൾ അവിടെ എല്ലാം ഫിറ്റായിരുന്നെന്നാണ് പറയുന്നത്. ആ കൊച്ചും അതിന് കൂടുതലൊരു പെങ്കൊച്ചും മാത്രമേ ഉള്ളൂ ഇതൊന്നും തൊടാതെ മാറിയത്. കാര്യം അവരുടെ റൂമിലായിരുന്നു നിങ്ങളെല്ലാം കൂടെ കൂടിയത്. അത് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻ നിന്നൊരു കൊച്ചിൻ്റെ അടുത്ത് അതിൻ്റെ കയ്യെ പിടിച്ച് അങ്ങനെ കാണിച്ചു തന്നിട്ട് ദീപ്തി കല്യാണി പറയുന്നുണ്ട് അവരുടെ റൂമിലിട്ട് എന്നിട്ട് അവരെ വിടുമായിരുന്നെന്ന്. കാര്യം ആ കൊച്ചുങ്ങൾ അവിടെ നിന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട്. നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ ഒരു പെൺകുട്ടിയെ പറ്റി ഇങ്ങനെ മോശമായിട്ട് പറയാനായിട്ട്? നിങ്ങൾക്ക് ഇത് രസമാണോ ഇങ്ങനെ ഒരു പെണ്ണിനെ പറ്റി മോശം വർത്താനം പറയാനായിട്ട്? അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ചെയ്യാത്തൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ അവരെ ഇങ്ങനെ മോശക്കാരിയാക്കാതെ. നിങ്ങളും ഒരു സ്ത്രീ തന്നെയല്ലേ. ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ പറയുക. അതിന്
ഒരു തെറ്റും ചെയ്യാതെ അതിൽ അറിയാതെ യാദൃശികമായിട്ട് വന്ന് വിട്ട ഒരു പെൺകൊച്ചിനെ പറ്റി പറയാതിരിക്കുക നിങ്ങൾ. അപ്പോൾ ആ ഒരു സംഭാഷണം അത് നിങ്ങൾ തമ്മിൽ നടത്തിയ സംഭാഷണമാണല്ലോ, അതങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൈ ചെന്നത്? ചേട്ടാ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് പേരെ ആൾക്കാരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉള്ളിലോടെ ഒന്നാമത്തെ കാര്യം, ഞാൻ ഇങ്ങനെ നല്ലത് ഏതാ ചീത്തയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തിരഞ്ഞെടുക്കാൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെ കുറേ അബദ്ധവശം ഞാൻ പോയി വീണിട്ടുണ്ട്, അബദ്ധത്തിൽ ഞാൻ പോയി വീണിട്ടുണ്ട്. കാരണം ഇങ്ങനെ കുറേ പൊട്ടത്തരത്തിൽ ഞാൻ പോയി വീണിട്ടുണ്ട്. ഈ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ആൻ മേരിയ. ദിയാസന ബെസ്റ്റ് ഫ്രണ്ട് എന്നല്ല, ഒരു ഫ്രണ്ട് ആയിരുന്നു. പക്ഷേ ഞാൻ എനിക്ക് കാണുന്ന ഫ്രണ്ട്സിനോടെല്ലാം ഞങ്ങൾ ഭയങ്കര സംസാരിക്കും. ആരോട് എനിക്കൊരു ഏത് ഫ്രണ്ട് കിട്ടാലും ഞാൻ അവരുടെ എല്ലാ കാര്യങ്ങളും പറയും. ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ് ഞാൻ, ഒന്നും മനസ്സിൽ വെച്ച് നിൽക്കത്തില്ല. അങ്ങനെ ആൻ മേരിക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളെല്ലാം അറിയാം. ഞങ്ങൾ തമ്മിൽ ഇപ്പം ഒരു ലവേഴ്സ് ആവട്ടെ, ഒരു ഫാമിലി ആവട്ടെ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ആവട്ടെ, വഴക്കുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല ആർഗ്യുമെൻറ്റ്സും വരും. അത് തികച്ചും പേഴ്സണൽ ആയിരിക്കും. ചിലപ്പം ചീത്ത വിളിക്കുമായിരിക്കും, ചിലപ്പോൾ അനാവശ്യങ്ങൾ പറയുമായിരിക്കും, അഗ്ലി സംസാരങ്ങൾ പോലും സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ഞങ്ങളെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡാണ് ഇപ്പം ആൾക്കാരിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞു വന്നത്. അത് ഞാൻ കൊടുത്തതല്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, ഇപ്പോൾ ആൻ മേരിയ എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്കും ദിയ എന്ന് പറഞ്ഞ സ്ഥലത്തും ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ, ഞങ്ങൾ മിക്കായി ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സോൾവ് ചെയ്യാൻ ഇവരൊക്കെ ആയിരുന്നു ഇടയ്ക്ക് നിൽക്കുന്നത്. ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടും. അല്ലല്ല, റസൂലിക്കായിട്ടുള്ള പ്രശ്നത്തിലും ഞങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ. അഫെയർ അദ്ദേഹം ചോദിക്കുന്നുള്ള വ്യക്തമായിട്ട് നിങ്ങൾ തമ്മിൽ അഭിഹിതം ഉണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അവരോടൊന്ന് ഉരുളുന്ന കണ്ടോ, ഭയങ്കരമായിട്ട് ഉരുളുകയാണ് ചെയ്യുന്നത്. അദ്ദേഹമായിട്ട് അങ്ങനെ ഒരു ഇതുണ്ടോ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു അങ്ങനെ ഒരു ഇതില്ല എന്നാണ്. പിന്നെ അങ്ങനെ ഒരു ഇതില്ലാത്ത ഒരാളാണോ ഹോട്ടലിൽ പോയി റൂം എടുത്തതും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒന്നിച്ചെന്നും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഒരാൾക്ക് പറയാൻ കൊള്ളാവുന്ന വാക്കുകളല്ല നിങ്ങൾ പറയുന്നത്. നിസ്സാരം ചുമ്മാ ഒരു ബന്ധമുള്ള ഒരാളുമായിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അദ്ദേഹം അത് എതിർക്കുന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ നിങ്ങളത് ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞതാണെങ്കിൽ അദ്ദേഹത്തിന് പറയുന്നത് നീ ഒരുമാതിരി വൃത്തിയോട് പറയില്ലേ, ഞാൻ ഈ പരിപാടി കാണിച്ചിട്ടില്ല, നീ എന്നിട്ട് തോന്നിയ ദിവസം പറയുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിട്ടുമില്ല. നിങ്ങൾ രണ്ടുപേരും സമൂഹത്തോടുകൂടി കാണിച്ച ലീലാവിലാസങ്ങൾ മൊത്തമാണ് നിങ്ങൾ പറഞ്ഞത്. അത് നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിന് അയച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി എന്നാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ, ആർക്കാണെങ്കിലും നിങ്ങളെ എത്ര മോശമായിട്ട് അങ്ങേര് പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ തമ്മിലുണ്ടായ കാര്യങ്ങളാണത്. ഈ ഒരു കാര്യങ്ങൾ പുറത്തിറങ്ങിക്കിടന്ന് ഈ ലോകം മൊത്തം ഇത് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മുഴുവൻ കിടന്ന് വൈറലായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇത് കേട്ടോണ്ടല്ലേ ഇരിക്കുന്നത്. അതിലൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ. ഫിറോസ് പെണ്ണുങ്ങളെ നോക്കി നിങ്ങൾക്ക് അങ്ങ് സങ്കടം, ഫിറോസ് പെണ്ണുങ്ങളുടെ കൂടെ പോയാൽ നിങ്ങൾക്ക് സങ്കടം. വേറെ ഒരുത്തിയുടെ കെട്ടിയോനെ കൊണ്ട് പോകുന്നതിന് നിങ്ങൾക്ക് ഒരു സങ്കടവും ഇല്ല, നിങ്ങൾക്കൊരു വിഷമവും ഇല്ല. ഇതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് എല്ലാം സ്വന്തം, ബാക്കിയുള്ളവരെയൊക്കെ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. അതായത് ചേട്ടാ, ഞാൻ അതിനുശേഷം ഒരു വർഷം വർക്കില്ലാതെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചിലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു പടുക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ വന്നത് പുള്ളിക്കാരന്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക് ഫ്രണ്ട്സായി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ചു തന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. ആ വലിയൊരു മനുഷ്യനെയാണ് നിങ്ങൾ ഇതുപോലെ കരിവാരി തേച്ചത്. ഇത്രയും കരിവാരി തേച്ചത് ആ ഒരു വലിയ മനുഷ്യൻ നിങ്ങളെ പടുകുഴിയിൽ നിന്ന് കൈ പിടിച്ച് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഏത് ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വോയിസ് അയച്ച് കൊടുക്കത്തില്ലായിരുന്നു. നിങ്ങൾ കരഞ്ഞ് പറയുന്നുണ്ടല്ലോ, നിങ്ങളെ പടുകുഴിയിൽ നിന്ന് കൊണ്ടുവന്ന് നിങ്ങളെ രക്ഷിച്ചു. അത് ശരിയാണ്. ഇവർ ഇതിനു മുമ്പ് വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ ഗൾഫിനെങ്ങാണ്ട് പോവുക, അവിടെ ഏതാണ്ട് ബാറിൽ എങ്ങാണ്ടൊക്കെ ഇവർ പോവുകയോ എടുക്കുകയൊക്കെ ചെയ്ത് ഇവരവിടെ നിന്നു. അതിനകത്ത് മൊത്തം ഈ ബാക്കി നമ്മൾ ഇതിനു മുമ്പ് ഷബീന ബിബിയുടെ ഒരു വീഡിയോയിലൂടെ നമ്മൾ കേട്ടാണ് ആ ബാറിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ. അതേ സംഭവം തന്നെയാണ് ഇവരും പറയുന്നത്. അവിടെ ഇന്ന കാര്യങ്ങളാണ് നടക്കുന്നത്, അവിടെ ചെന്ന് ഓരോ പെമ്പിളാരും ചതിപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഇവരെയും കൊണ്ടുപോയി അവിടെ കൊടുത്തേച്ച് ഇവരെ വേറെ പരിപാടിയൊക്കെ ആയിരുന്നു. ഇവർ ജീവിക്കാൻ വേണ്ടി കയറി പോയതാണ്. അതിൽ നിന്ന് ഇവരെ രക്ഷിച്ചുകൊണ്ട് വന്നത് റസൂൽ പുകുരിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഇവർ ഒന്നിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചായിരുന്നു. ആ ഒരു സ്ത്രീയാണ് ഇവരിങ്ങനെ വന്ന് പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ റസൂൽ അവർക്ക് വേണ്ട അവിടുന്ന് പൈസയും മുടക്കി ഇവരെ ആ ഒരു ചെളിക്കുഴിയിൽ നിന്ന് ഇവരെ രക്ഷിച്ചു കൊണ്ടുവന്നൊരു മനുഷ്യനാണത്. ആ മനുഷ്യനെയാണ് ഇവർ ഇത്രയും മോശം. ഇനി ഇവർ മനുഷ്യരായിരിക്കാം, ചിലപ്പോൾ പറ്റിപ്പോയെന്ന് നമുക്കങ്ങ് പറയാം. എന്നാലും അങ്ങനെ ഉണ്ടേ പോലും ഇവർ ഈ ഒരു വീഡിയോ ഇവർ പുറത്തു വിടാൻ പാടില്ലായിരുന്നു. ഈ ഒരു വോയിസ് ഇവർ ആർക്കും കൊടുക്കാൻ പാടില്ലായിരുന്നു. ആ ഒരു വോയിസ് ഇവർ കൊടുത്താണ് ഇവർ കാണിച്ച ഏറ്റവും വലിയ. അത് ഇവർ കൊടുത്തത് ഒരു അറിയാതെ കൊടുത്തതോ വിശ്വസിച്ച് കൊടുത്തതോ ഒന്നുമല്ല. കാര്യം ഈ പുള്ളിക്കിട്ട് എപ്പോഴെങ്കിലും പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവരാരെങ്കിലും ഇതെടുത്തത് പുറത്ത് വിടണമെന്ന് ഇവർക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഇവരെ കൊണ്ടൊക്കെ പറഞ്ഞായിരിക്കാം ഈ ഫിറോസിന് ഈ വോയിസ് അയച്ച് കൊടുത്തേക്കുന്ന പോലും. എപ്പോഴെങ്കിലും ഇനി ഇത് അവരുടെയൊക്കെ വായിന്ന് വരും. സജിനി ഞങ്ങൾക്ക് അയച്ചു തന്നിട്ട് ഇത് ഫിറോസിന് കൊടുക്കാൻ പറഞ്ഞാന്ന് അവരുടെ വായിന്ന് തന്നെ ഇനി എപ്പോഴെങ്കിലും വരും.
കാര്യം അദ്ദേഹത്തെ പൂട്ടണമായിരുന്നു. ഇവർക്ക് 3 കോടി വേണമെന്ന് ഇവർ പറയുന്നത്, ഇവരോട് പറയുന്ന വോയിസ് നമ്മൾ നല്ല വ്യക്തമായിട്ട് കേട്ടതാണ്. 3 കോടി വേണം, കാര്യം ഇവർക്ക് അതെങ്കിലും എനിക്ക് വേണം, എനിക്കിനി അങ്ങനെ വേണ്ട, അങ്ങനെ ഫോണിൽ വേറെ ആരൊക്കെ മെസ്സേജ് അയച്ചു. എന്നിട്ട് അതിനകത്ത് ഇവർ പറയുന്നൊരു വാക്കുണ്ട്, ഫിറോസ് അന്നേ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഫിറോസുമായിട്ടിരുന്ന സമയത്തുള്ള ബന്ധമാകത്തില്ല എന്നിട്ട് ഫിറോസ് അന്നേ നിങ്ങളെ ഇത് ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ ഫിറോസുമായിട്ട് നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്തുണ്ടായ ബന്ധം വന്നാൽ അതിനേക്കാൾ വലിയ തെളിവ് നിങ്ങളുടെ വായിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന അവരാണ് ഈ പണി കാണിച്ചത്, അവരിങ്ങനെ കാണിച്ചു, അവരങ്ങനെ കാണിച്ചു എന്നും പറഞ്ഞ് നിങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങൾ ഇത്രയും അദ്ദേഹത്തെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകത്തില്ലായിരുന്നു. പിന്നെ നിങ്ങൾ ശരിയാണ്, ചിലർ പറയാറുണ്ട് എൻ്റെ ഭർത്താവായിട്ട് വരുന്നത് അദ്ദേഹം നമ്മളോട് അച്ഛൻ്റെ ഒരു കരുതൽ നമുക്ക് കിട്ടാറുണ്ട്, ഒരു ആങ്ങളുടെ കരുതൽ കിട്ടാറുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷേങ്കിൽ നിങ്ങൾ ഇത്രയെല്ലാം പറയുമ്പോഴേ നിങ്ങൾ ഓർക്കണം, അദ്ദേഹത്തിൻ്റെ 3 കുട്ടികളെയാണ് നിങ്ങൾ പ്രഗ്നൻ്റ് അയക്കുന്നത്. ഓർക്കണം, 3 കുട്ടികളെ, ഒന്നൊന്നുമല്ല, ഒരു പ്രാവശ്യം എനിക്ക് അബദ്ധമെന്ന് പറയാം, 3 പ്രാവശ്യമാണ്. ആദ്യം ഒന്ന് നിങ്ങൾ കളഞ്ഞു, രണ്ടാമതൊന്നും അല്ലാതെ പോയതാണ് നിങ്ങൾ പറഞ്ഞത്, 3ാമത് നിങ്ങൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് നിങ്ങൾ പറഞ്ഞു വെച്ചേക്കുന്നത്. ഈ ദൈവത്തെ പോലെ കാണുന്ന ആൾ തന്നതാണോ അതൊക്കെ? എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. പിന്നെ വഴക്കുകളുണ്ടാവാം, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയാലും നമ്മൾ തമ്മിൽ, ഞാൻ പറഞ്ഞ കണക്ക് ഫ്രണ്ട്സ് ആയാലും എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവും. അപ്പം ഈ സംഭവങ്ങൾ വന്നിട്ട് ഈ വോയിസ് റെക്കോർഡൊക്കെ വെളിയിൽ വരാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല, ഞാനത് എത്ര കിട്ടിയാലും പഠിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഉദാഹരണം ഞാൻ തന്നെയാണ്. അതിനുശേഷം എൻ്റെ ഈ വോയിസ് റെക്കോർഡ് ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് തർക്കങ്ങൾ വരുമ്പോഴും ഞാൻ നമ്മളെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയുമ്പോൾ ഇക്കായും വിളിച്ചിട്ട് ഇതാണ്ട് അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ എന്ന് പറഞ്ഞ് പുള്ളിയും കൂടെ പറയും. അപ്പം ഞാൻ പറയാം ഇക്ക അങ്ങനെ പറഞ്ഞു, ഇതിൻ്റെ ഇടയ്ക്ക് ഡബിൾ ഗെയിം കളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ, പുള്ളിയടുത്തൊന്ന് പറയുന്നത് എൻ്റെ അടുത്തൊന്ന് പറയുന്നു. അപ്പം ഞാൻ എന്നിട്ട് അങ്ങനെ പറഞ്ഞു, എന്നാൽ ഇതാ ഈ റെക്കോർഡ് നിങ്ങൾ കേൾക്കുന്ന പറഞ്ഞാൽ ഞാനും ഇക്കാര്യം സംസാരിച്ച റെക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് ഉള്ളത് അത് പുള്ളിക്കാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്തിട്ട് അവിടുന്ന് ഭയങ്കര അലിഗേഷൻ. അതെ അതെ അതെ, അത് എൻ്റെ കയ്യിൽ ഇതേപോലെ തന്നെ എൻ്റെ കയ്യിൽ ലീക്ക് അയച്ചാണ്. സെൽഫി എൻ്റെ ഫോട്ടോ 2 ഫോട്ടോസ് അയച്ചു കൊടുക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതല്ല ഏട്ടാ, ഈ പറഞ്ഞ കണക്ക് ഇവർ 2 പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവുമെന്ന് പറഞ്ഞുകൊണ്ടാണോ ഞാൻ ഇട്ട് കൊടുത്തത്? എൻ്റെ പല്ല് തന്നെ ഞാൻ കുത്തി നാട്ടിക്കും. ഞാനത് സംസാരിക്കുന്ന വാക്കുകൾ ഭയങ്കര അഗ്ലി സംസാരങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അപ്പം ഞാൻ എന്നെ കുത്തി നാട്ടിക്കാൻ പോട്ടെ, അദ്ദേഹത്തിനെ ഞങ്ങൾ കുത്തി നാട്ടിക്കാൻ വേണ്ടിയിട്ടോ എന്നെ കുത്തി നാട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. ആ വോയിസ് ക്ലിപ്പിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. സംസാരങ്ങളെല്ലാം നമ്മൾ തമ്മിലുള്ള തർക്കങ്ങളും വാക്ക് തർക്കങ്ങളെല്ലാം ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, ഉള്ളത് തന്നെയാണ്. ഞങ്ങൾ തികച്ചും ഞങ്ങൾ തമ്മിലുള്ള സംഭവങ്ങളെല്ലാം ഉള്ളതാണ്, പേഴ്സണൽ ആയിട്ടുള്ള തികച്ചും ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള മാറ്റർ ആയിരുന്നു. അതിനെ വലിച്ചു കീറി ലോകത്തിനോട് ഇട്ടുകൊടുത്തവരെ തന്നെ പറയണം ചേട്ടാ. കാരണം ഇതിന് ദിയാസന എന്ന് പറഞ്ഞൊരു കുട്ടിയും, ദിയാസന അതേപോലെ ആൻമരിയ എന്ന് പറഞ്ഞ ഇവർ 2 പേരാണ് ഇട്ട് കൊടുക്കുന്നത്, ഫിറോസ് ഖാൻ ഇട്ട് കൊടുക്കുന്നത്. ഫിറോസ് ഖാൻ്റെ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട്, അത് പറയുന്നത് അത് പുള്ളി പറയുന്നുണ്ട് ഇവരാണ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ തെളിവുകളെല്ലാം ഉണ്ട്. അങ്ങനെ വേറെ നമുക്ക് വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, തെളിവിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്കറിയാലോ ഞാൻ ഇവർക്ക് 2 പേർക്ക് ഇട്ട് കൊടുത്തു. വോയിസ് ക്ലിപ്പ് ഒരിക്കലും നിഷേധിക്കുന്നില്ലല്ലോ, പിന്നെ അതിനകത്ത് വേറെ കാര്യങ്ങൾ കുഴപ്പമില്ലല്ലോ. അത് തികച്ചും ഞങ്ങളുടെ പേഴ്സണലാണ്. അത് കാണിച്ചിട്ടാണ് നമ്മൾ പരാതി കൊടുത്തിരിക്കുന്നത്. അല്ലല്ല, രണ്ടാമത്തെ പരാതി നമ്മൾ കൊടുക്കാൻ കാരണമുണ്ട്, കാരണം ഇവരെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതിനകത്ത് ഇവർ ഇടയ്ക്കൊന്ന് പറയുന്നുണ്ടായിരുന്നു എന്ത് ബന്ധമാണെന്ന് ഇവർക്ക് അറിയത്തില്ലെന്ന്. നിങ്ങൾ ഓർക്കുന്നുണ്ട്, പണ്ട് ബിഗ് ബോസിൽ ഗബ്രിയോടും ജാസ്മിനോടും ചോദിച്ചപ്പം ജാസ്മിൻ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാര്യം ജാസ്മിനെ തിരക്കി വെളിയിലൊരാൾ ഇരിപ്പുണ്ട്, നിൽക്കാകോ ഇവരുടെ രീതിക്ക് എന്ത് നിൽക്കുക അങ്ങനെയാണ് കഴിഞ്ഞേച്ച് കൊണ്ടുവന്നതാണ്. എന്നിട്ട് അകത്ത് വന്ന കണ്ടാണ് പുള്ളിക്കാരി ആ ആളോട് പറഞ്ഞ് ആ ആളാണ് ഡ്രസ്സ് എടുത്തല്ലേ ഇങ്ങോട്ട് വിട്ടത്. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഗബ്രിയെ കണ്ടപ്പോൾ ഗബ്രിയോട് അങ്ങ് ഇഷ്ടമായി. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പ്രണയമാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ തമ്മിൽ പ്രണയിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ചേക്കാം. ഈ പറഞ്ഞ പോലെ ഇരിക്കുന്ന ഇതിനകത്ത് ഈ പുള്ളിക്കാരി പറഞ്ഞ പല ഡയലോഗുകളും. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഈ ഒരു കാര്യം വന്നപ്പോൾ എന്താ. പുള്ളിക്കാരി അത് പറയാൻ തയ്യാറല്ല, ഉടനെ അടുത്ത കാര്യം വേറെ എടുത്തിട്ട് അങ്ങനെ ന്യായീകരിച്ച് പോവുകയാണ്. അതൊക്കെ പറയാൻ വരുമ്പോഴേ ഒരുപാട് നാറും. ദിയാസനെ പറ്റിയാണ് ഇനി പറയുന്നത്. ദിയാസനെ പറ്റി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ അത് സത്യമല്ലെങ്കിൽ അതിൻ്റെ തിരിച്ചടി ഭയങ്കരമായിരിക്കും. ഈ സജനയുടെ കാര്യത്തിൽ ഈ ഒരു കാര്യം പോലും എനിക്ക് വിശ്വാസമില്ല. ഈ ദിയാസനെ പറ്റി പറയുന്ന കാര്യം എനിക്ക് വിശ്വാസമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പുള്ളിക്കാരി നിലനിൽപ്പിന് വേണ്ടി എന്നതും പറയൂ എന്നുള്ളതാണ്. എന്നതും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പുള്ളിക്കാരി. ഈ പറയുന്നത് മൊത്തം ഒന്നിനോടൊന്നും സാമ്യമില്ലാത്തതാണ്. പുള്ളിക്കാരി സേഫ് ആകാനാണ് പുള്ളിക്കാരി നോക്കുന്നത് മൊത്തം. പക്ഷേ അതിനേക്കാൾ വലിയ കുഴിയിലേക്കാണ് പുള്ളിക്കാരുടെ വായും തന്നെയാണ് അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഇങ്ങനെ ഒരു വോയിസ് അവർക്ക് അയച്ചു കൊടുത്തത് ഈ ഫിറോസിന് കൊടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇപ്പം നമ്മുടെ സർക്കാർ പോലും തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സംഭവത്തിനാണ് എതിരെയാണ് ഭയങ്കര ശക്തമായിട്ട് ഇറങ്ങിക്കുവാണ്. നമ്മുടെ രമേശ് ചെന്നിത്തല സാറ് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇപ്പോൾ തൊപ്പിയൊക്കെ സഹിതം എല്ലാത്തിനും പൊക്കും ഭയങ്കര വിഷയങ്ങളാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഒരു സൈഡിൽ നിന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അതിലേക്കാണ് ഇപ്പോൾ ഇങ്ങനൊരു കേസ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ നടക്കുന്ന ഒരു കേസ് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം അവരുടെ തലയിലേക്ക് എടുത്തിട്ടാൽ അവർക്കിട്ട് ഒരു പണി വരും. ഓഡിയൻസ് മൊത്തത്തിൽ അവരെ എടുത്തിട്ട് ചീത്ത വിളിക്കും. ഈ പുള്ളിക്കാരുടെ കേസായിട്ട് പതി അങ്ങ് മായുകയും ചെയ്യും. എൻ്റെ ഒരു സംശയമാണ് പറഞ്ഞത്, സത്യമാണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇത് ബാക്കി വരുമ്പോൾ അറിയാം. പക്ഷേ ദിയാസന കേസിന് പോയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവരുടെ പേര് കേസ് കൊടുത്തിട്ടുണ്ട്, അവരെ പറ്റി ഇങ്ങനെ മോശം അവരങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ട്. പിന്നെ പൊതുവേ അവരിങ്ങനെ ഒരു കാര്യം കാണിക്കുന്നത് എനിക്ക് തോന്നാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത് ഈ ഫെമിനിസ്റ്റുകളൊക്കെയാണ് ഇവരൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ചെന്ന് ഇവരതുകൊണ്ട് പെടുമോന്ന് എനിക്കത്തെ. കാര്യം സോഷ്യൽ മീഡിയ ഇവരൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ്.
അത് നെഗറ്റീവോ പോസിറ്റീവോ ആയിക്കോട്ടെ അവരുടെ കാര്യത്തിൽ. പക്ഷേങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാൾക്കാർ പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു തോന്നിവാസത്ത് ഇങ്ങനെ കാണിക്കുമോ എന്നെനിക്കറിയത്തില്ല. എന്നാലും പുള്ളിക്കാരി വെച്ചാൽ ഈ ഒരു കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നാന്ന് ചോദിച്ചാൽ മറ്റ് ആ സൂപ്പർ ജോഡിക്കകത്ത് വന്ന ആ ഒരു പെങ്കൊച്ചിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും പുള്ളിക്കാരി ഇതേ തന്നെയാണ് നിന്ന് സംസാരിക്കുന്ന ആ കൊച്ചിനെ പറ്റി മോശമായിട്ട്. അന്ന് മുങ്ങിയതാണ് ആ ഒരു കാര്യം പറഞ്ഞേച്ച്, പിന്നെ ഇപ്പോഴാണ് വീണ്ടും അത് തന്നെയാണ് എടുത്തിടുന്നത്. അതിന് കൂടെ ഉണ്ടായിരുന്നവർ വന്നിച്ച് തെളിവ് സഹിതം പറഞ്ഞിട്ട് പുള്ളിക്കാരി അതിൽ നിന്ന് മാറ്റി പറയാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അതുപോലെയാണോ ഇതൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല, എന്നാലും കേൾക്കാം. ആവാതെ എന്തായാലും ഒരിക്കലും ഇവിടെ എന്ന് പറഞ്ഞാൽ ദിയാസന എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വന്നിട്ട് ബിഗ് ബോസ് കുറച്ച് ടീമുകളായിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കാന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്നു. കാരണം എൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ട്രിവാൻഡ്രത്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശാസ്ത്രമംഗലത്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. വർക്കിൻ്റെ ഒരു ആവശ്യത്തിന്, കാരണം ഷൂട്ടിന് പോകണം വരണം. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഒരു ബൊട്ടിക്ക് തുടങ്ങാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അതിന് വേണ്ടി എടുത്തിട്ട് അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ. അപ്പോൾ നമ്മൾ ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് ടീം വന്നപ്പോഴത്തേക്ക് ദിയാറിനോട് ഇവരെ നമുക്ക് എല്ലാവരും കൂടെ കറങ്ങാൻ പോകാനെല്ലാം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി പുറത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് സജിനയുടെ വീട്ടിൽ പോയിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ട് വന്നിരിക്കുന്ന നല്ല രസമാണെന്ന് 4-5 പേരുണ്ടായിരുന്നു ബിഗ് ബോസിലുള്ള. അതിനകത്ത് ഒരാൾ മാത്രം ദിയയുടെ ഒരു കൂടെ നടക്കുന്ന ഒരു പയ്യൻ. അതും പറഞ്ഞിട്ട് അവരൊന്നും ഞാൻ പിടിച്ചിരുന്നില്ല അതിനകത്ത്. ബാക്കിയെല്ലാം ബിഗ് ബോസിലെ ടീമായിരുന്നു. വന്നു ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ AC റൂം എവിടെയാന്ന് പറഞ്ഞാൽ നമ്മൾ AC റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ തന്നെ ഞാനങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് റീസെന്റ് ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. ഇതപ്പം റീസെന്റ് നടന്നതാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നെയാണ് എടുത്തിട്ട് പൊടിച്ചിട്ട് 5 മാസം പോലും ആയിട്ടില്ലാത്തൊരു കാര്യത്തെപ്പറ്റിയാണ് ഇവർ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഇവർ എടുത്തിടുന്നത് അധികം ഇപ്പോൾ കുറേ നാൾ മുന്നത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യർ ആ ഒരു ഇത് മൈൻഡ് എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവരധികം 5 മാസമായുള്ളൂ എന്ന് പറഞ്ഞ് ഈ ഒരു സംഭവം നടന്നിട്ട് അധികമായിട്ടില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ടാണെന്നാണ് എൻ്റെ ഒരു സംശയം. കാര്യം ഇവർക്ക് ശത്രു തോന്നിയാൽ അവരെ ഏത് രീതിക്ക് ഇവർ തകർക്കും എന്നുള്ളതാണ് കാര്യം. ഫിറോസിൻ്റെ കാര്യം നമുക്കറിയാം, പുള്ളിക്കാരൻ കോഴിയാണ്. കാര്യം മറ്റേ റസൂൽ പൂക്കുട്ടിയുടെ കാര്യത്തിൽ അദ്ദേഹം ഇവരെ ഏറ്റെടുക്കുകയില്ല, അദ്ദേഹത്തിന് അതിൻ്റെ ഫാമിലിയാണ് വലുത് എന്നുള്ളൊരു മൈൻഡ് വരുന്നതെന്ന് കണ്ടപ്പം ഞാൻ നാറിയാലും വേണ്ടില്ല സോഷ്യൽ മീഡിയയിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരാണ് ഫോട്ടോ ഇട്ടത്. എന്നിട്ട് ഇവരത് പറയുന്നുണ്ട്, ഇട്ടേച്ച് ഇവരന്ന് പറഞ്ഞെന്താ ഇവരല്ല അത് ഇട്ടത്, വേറെ ആൾക്കാരാണ് ഇട്ടത്, അതിൻ്റെ പേര് ഒരു പ്രശ്നത്തിൽ പോകുന്നു എന്നതൊക്കെയായിരുന്നു. പല നുണകളും പല വഴി കൂടെ തെളിഞ്ഞു വരുന്നു. ഒക്കെ മുന്നെയാണ് എടുത്തിട്ട് പൊടിച്ചിട്ട് പുള്ളിക്കാരി എടുത്തിട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ തന്നെ എൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി. മുഖമൊക്കെ മാറിയപ്പോൾ എൻ്റെ അടുത്ത് ഇവർ ചോദിക്കുന്നു. ഇല്ല ആ സമയത്ത് ഞാൻ എൻ്റെ ഷൂട്ടിന് വേണ്ടി മാത്രം എടുത്തിരുന്ന സാധനങ്ങളാണ്. അതിന് വന്നിട്ട് ചേട്ടാ അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങി പോകുന്നു പറയാനും പറ്റുന്നില്ല. എനിക്കറിയില്ല. നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ പറയണമെന്ന് പറയുന്ന സത്യമാണ്. ഞാൻ വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ സജിന എന്ത് മുഖമൊക്കെ മാറുന്നത്. ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു പ്രശ്നം നടക്കുക. അപ്പോൾ ഞാൻ നിൽക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ആർക്കും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. എനിക്ക് പേടിയാണ്, കാരണം വലിയൊരു സാധനം കൊണ്ടുവന്ന് എന്നോട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫോൺ വിളിക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് വെളിയിൽ ഇറങ്ങും. ഇവരെങ്ങനെ എനിക്ക് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ ദിയാൻ്റെ അടുത്തെന്ന് പറയുന്നത് സജിന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നീ രണ്ടെന്ന് കുറച്ച് നിങ്ങൾ എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദിയാ നീ എന്തോ പറഞ്ഞപ്പം ഒരു വൈൻ കുടിക്കുന്നതാണോ ഒരു ബിയർ കുടിക്കുന്നതാണോ അല്ല ഇത് ഭയങ്കര സമയം എന്നെ ദേവി ഇത് നിർബന്ധിക്കരുത് പ്ലീസ് ദിയാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തോണ്ട് ചെവി വെച്ചോണ്ട് ഞാൻ ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി. ഇവർ പിന്നെ ടെറസിൻ്റെ മേളിൽ കയറി. അവിടെ പെട്ടെന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ കയറി പോകുന്നതും എനിക്കത് ഒട്ടും ഓക്കെ ആവുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ പയ്യെ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും പോയി കഴിഞ്ഞ് കുറച്ച് നാളെ എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് വിളിക്കാനും പോയിട്ടില്ല, കാരണം എനിക്കതൊരു പേടി സ്വപ്നം പോലെയായിരുന്നു. കാരണം ഇനി എന്തെങ്കിലും വന്നാൽ എൻ്റെ തലയിലോട്ട് ആവത്തില്ലേ. അല്ല, അതിനുശേഷം പുള്ളിക്കാർക്ക് എൻ്റെ അടുത്ത് റിവെഞ്ച് വരാൻ കാരണം ഇതാണ്. എൻ്റെ അടുത്ത് അതിനുശേഷം പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സജിന ഞങ്ങൾ അങ്ങോട്ട് ഒരു ദിവസം വരാൻ വേണ്ടി നിൽക്കുക, ഞങ്ങൾ കുറച്ച് പേരുണ്ട്, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു ദിയാ ഈ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നിൽക്കുക. ഞാനൊരു വർക്ക് തുടങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം അന്ന് ദിയ വന്നപ്പോഴത്തേക്ക് എനിക്ക് നോ പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി, ഇറക്കി വിടാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പക്ഷേ ദിയ ചെയ്തത് ഭയങ്കര ഇല്ലീഗൽ കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ദിയ പറയുന്നുണ്ട്, ഇത് കാരണമാണ് ഞാൻ ജീവിച്ച് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അന്നേരം കച്ചവടം കാണുമായിരിക്കും മേ ബി, ഇത് കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാമേ ഉള്ളൂ. അപ്പം അന്നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു ദിയ റേസ് ഞാൻ ദിയ പ്ലീസ് എന്നെ ദേവി ഇതിനകത്ത് പിടിച്ചത് എനിക്ക് വേറെ എന്തോ ഓക്കെയാണ്, പക്ഷേ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും എന്നെ കണ്ട് ഇതാക്കരുത്, എനിക്ക് പേടി അതിയാന്ന് പറഞ്ഞു. ഇവൾ എന്നെ അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങി. മറ്റവളെ ഞാൻ എന്തോ മറ്റേതാകുന്നത്, നീ എന്തോ നല്ല കുഞ്ഞ് കാണിക്കാൻ പോകുന്നു, നീ എന്തോ അതായത് എന്നെ അങ്ങ് എനിക്കറിയത്തില്ല ഏട്ടാ, ഞാൻ എന്തോ ഭയങ്കര കുറ്റക്കാരി പോലെ എന്നെ അങ്ങ് ഭയങ്കര അപ്പം തൊട്ടേ ആളങ്ങ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വോയിസ് ക്ലിപ്പ് അതിന് മുന്നേ അയച്ചു കൊടുത്ത സാധനം പഴയതാണ്. ഇപ്പോഴത്തെ അല്ല, ഒരു വർഷമൊന്നും ആയിട്ടില്ല. അതായത് ഈ എന്തായാലും ഒരു കുറച്ച് ടൈം ആയിട്ടേ ഉള്ളൂ. ആ ടൈമിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. എനിക്കൊന്നും 2 മാസം പോലും ആയിട്ടില്ല ഈ സംഭവം നടന്നിട്ട്. 2-3 മാസം പോലും ആയിട്ടില്ല. ആ സമയത്ത് തന്നെയാണ് ഈ സംഭവങ്ങൾ വരുന്നത്. 2-3 മാസം പോലും ആയിട്ടില്ല. എനിക്കറിഞ്ഞൂടാ, ഡേറ്റുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഡേറ്റുകൾ ചിലപ്പോൾ ഏതെങ്കിലും പോസ്റ്റ് ഈ ഒരു കാര്യമാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഇത് സത്യമാണോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. സത്യമാണെങ്കിൽ അവർ കാണിച്ചത് തോന്നിവാസത്തിൻ്റെ അങ്ങേയറ്റമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ദിയാസനെ പറ്റി എനിക്ക് വലിയ അഭിപ്രായം ഒന്നുള്ള വ്യക്തിയൊന്നുമില്ല. എനിക്ക് അവരുടെ വലിയ ഇഷ്ടമുള്ളോ അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങളോ അതൊന്നും എനിക്ക് താല്പര്യമുള്ള വ്യക്തിയല്ല. പക്ഷേങ്കിൽ അവരുടെ സ്വഭാവം വെച്ച് ഇത് സത്യമല്ലെങ്കിൽ സജിനെ തപ്പി പിടിച്ചെന്ന് അവർ സജിനെക്കെട്ട് എടുത്തിട്ട് അടി കൊടുക്കും. സത്യമല്ലെങ്കിൽ അവരുടെ സ്വഭാവം അതാണ്. കാര്യം നമുക്കറിയാം, അവർക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അത് അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും സജിന താമസിയാതെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് കിട്ടുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ അവർ നിയമപരമായിട്ട് പോകും. നിയമപരമായിട്ടൊക്കെ പോയാൽ അതൊക്കെ കുറേ താമസിക്കും, കാര്യങ്ങളൊക്കെ വരാണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഈ സോഷ്യൽ മീഡിയ മൊത്തം, പക്ഷേ പുള്ളിക്കാർ ഇതുവരെ വന്ന് ഒന്നിലൂടെ പറഞ്ഞേ കണ്ടിട്ടില്ല. ഇവർ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ പറയുന്ന കാര്യങ്ങൾ പലതും കള്ളങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇവർ ഈ സത്യങ്ങളാണോ പറയുന്നത് നമുക്കൊരു സംശയം വരുന്നത്. പല കാര്യങ്ങളും ഇവർ പറഞ്ഞ കള്ളങ്ങളാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ സത്യം. കാര്യം ഇവരുടെ ആ ഒരു വോയിസ് പുറത്ത് വിട്ടതിൻ്റെ ദേഷ്യത്തിന് ഇവരവരെ പറയുന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി അങ്ങനെയല്ല, ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു ഉണ്ടെങ്കിൽ ഇവർ പറയുന്ന പോലെ അതിൻ്റെ കച്ചവടമുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് കൊടുക്കുന്നുണ്ട് എന്നാണെങ്കിൽ ഇത് നിയമപരമായിട്ട് തന്നെ പോകണം തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാര്യം ഇങ്ങനെയുള്ളതിനൊന്നും വെച്ചേക്കരുത്. കൊച്ചു കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയുന്ന പരിപാടി കാണിക്കുന്ന ഒന്നിനെയും നിർത്തിയേക്കരുത്. എടുത്തകത്തിട്ട് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം. പുതിയ തലമുറ നശിപ്പിക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്ന ഒന്നിനെയും വെച്ചേക്കല്ലെന്ന് പറയുന്നത്. പുള്ളിയല്ല, അതൊന്നും ഞാൻ ഇല്ലാത്ത കാര്യത്തിൽ നമുക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് എൻ്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു മിസ്റ്റേക്കാണ്. ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തത് അത് ആദ്യത്തെ ഒരു ഫോട്ടോസ് അല്ല, ഫേസ്ബുക്കിൽ അത് ഒരു ചെറിയ ലൈവ് പോലത്തെ ഒരു സാധനം വന്ന് ഞാനത് ആ ഫോട്ടോസ് ഒന്നും ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പാണ്. ആ സമയത്താണ് ഇത് ചെറുതായിട്ടൊരു സൂചന തന്നപ്പോഴത്തേക്ക് ഉടനെ പെട്ടെന്ന് ഫിറോസ് ഖാൻ അതെടുത്തിട്ട് ഫിറോസ് കുറേ ആൾക്കാരെ വിളിച്ചിട്ട് ഫിറോസ് തന്നെയാണ് കുറച്ച് ആൾക്കാരെ വിളിച്ച് ഈ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് അങ്ങനത്തെ ഒരു അലിഗേഷൻ പുള്ളി പറയാൻ തുടങ്ങിയപ്പോഴാണ്. കാരണം ഈ ആൾക്കാർ പറയുമ്പോൾ ഫിറോസ് ഖാൻ ഇവിടെ നിന്നുള്ള ആക്ഷൻ കർമ്മ വരും എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും പുള്ളി ഉള്ള സമയത്താണ് ഞാൻ പുള്ളിക്കാരനോട് പോയെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കാരണങ്ങൾ കാരണം എന്നെ ലോകത്ത് എന്നെ രക്ഷിച്ച ഒരു മനുഷ്യനാണ് അയാൾ. എന്നെ ദ്രോഹിക്കാത്തൊരു മനുഷ്യനാണ്. എന്നെ ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ സജിനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ അങ്ങേരാണ്. എൻ്റെ മക്കൾ ഇപ്പോഴും കഴിക്കുന്ന നല്ല രീതി എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും അതിന് കാരണം അങ്ങേരാണ്. കാരണം വർക്കില്ലാത്ത സമയത്ത് എന്നെ നോക്കിയൊരു മനുഷ്യനാണ്. എനിക്ക് അയാൾ എവിടെയും വലിച്ചു കീറാനോ ഓട്ടിക്കാനോ എനിക്കല്ലാതെ അയാൾ അങ്ങനെ ചെയ്താൽ എൻ്റെ മക്കൾക്കും എനിക്ക് ശിക്ഷ എടുത്തോളൂ. അത്രയും നല്ലൊരു മനുഷ്യനാണ് അയാൾ. എങ്കിലും അല്ല, ഇപ്പം ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും നല്ലൊരു മനുഷ്യനെയാണോ നിങ്ങൾ ഫേസ്ബുക്കിൽ എടുത്തിട്ടത്? ഇത്രയും നല്ലൊരു മനുഷ്യനെയാണോ നിങ്ങൾ ഫേസ്ബുക്കിൽ എടുത്തിട്ടത്? പിന്നെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ എന്നാ ന്യായം ഇരിക്കും? നിങ്ങൾ അന്ന് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ നിന്നല്ല അത് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ പറയുന്നു അത് നിങ്ങൾ തന്നെയാണ് ഇട്ടേന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനത് ചെയ്തു? ആ ഒരു ഒറ്റ പോസ്റ്റല്ലേ ഇത്രയും പ്രശ്നങ്ങൾ പുറത്തു വന്നത് ഇല്ലേ? ആ ഒരു ഒറ്റ പോസ്റ്റിലാണ് ഇത്രയും പ്രശ്നങ്ങൾ പുറത്തു വന്നത്. അല്ലാതെ ഇത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഒന്നിനോടൊന്നും സാമ്യമുള്ള കാര്യങ്ങളല്ല. നിങ്ങളെ ഇത്രയും രക്ഷിച്ച ഒരു മനുഷ്യനെ, ഇത്രയും നിങ്ങളെ സഹായിച്ച ഒരു മനുഷ്യനെ ആ കുടുംബം വരെ തകർക്കുന്ന രീതിയിലല്ലേ നിങ്ങൾ കാണിച്ചു കൂട്ടിയത് ഇല്ലേ? നിങ്ങൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ പറഞ്ഞാൽ ആ ഒരു കുടുംബം വരെ നശിച്ച് പോകണം, എല്ലാം എനിക്ക് വേണം എന്നുള്ള മൈൻഡായിരുന്നു. നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞു തന്നാൽ അങ്ങേരെ എനിക്ക് വേണ്ട, അവൻ്റെ കൂടെ ഒരു ജീവിതം എനിക്കൊന്നും വേണ്ട, എല്ലാവരും എന്നോട് എന്നെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ കാണിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, എല്ലാവരും നിങ്ങളോട് കാണിക്കുന്നതിന് മാത്രമേ കുഴപ്പമുള്ളൂ. ആ മനുഷ്യനെ തേച്ച് ഒട്ടിച്ചെടുപ്പോൾ ആ മനുഷ്യൻ നല്ലവനോ ചീത്തയോ ആയിരിക്കട്ടെ, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന ന്യായം കേൾക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ്. ഭയങ്കര മാന്യത്തി കളിക്കുന്നു. അത്രയും സഹായം ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഇന്നും ഇങ്ങനെ ജീവിക്കാൻ കാരണം വരെ അദ്ദേഹം വന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനിട്ട് കൊടുക്കാതിൻ്റെ 100ൻ്റെ പണിയാണ് നിങ്ങൾ കൊടുത്തത്. നല്ലൊരു പണിയാണ് അങ്ങേർക്കിട്ടാ കൊടുത്തത്. എന്നിട്ട് ഇപ്പോൾ അത് വെളുപ്പിക്കാൻ വന്നിരിക്കുന്നു. പിന്നെ എന്ത് സജിന പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു വോയിസ് ഉണ്ട്. അത് ആ മറുനാടനകത്ത് കിടപ്പുണ്ട്. ആ വോയിസ് ഫിറോസിൻ്റെ വോയിസാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു 17 വയസ്സുള്ള ഒരു കുട്ടിയെ ചേർത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ ഒരു കാര്യം പറയുന്നിടത്ത് അത് സജിനെ വിളിച്ച് പറയുന്നുണ്ട്, ആ ഒരു കേസ് പിൻവലിക്കണം, അത് കേസാക്കല്, ആ വോയിസ് ആ പറഞ്ഞ കാര്യം നീ ഡിലീറ്റ് ചെയ്യണം. ആ ഒരു വീഡിയോ ആയിട്ടാണ് സജിനെ ആ സമയത്ത് വന്നിച്ച് അങ്ങ് ഘോര പ്രസംഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് മാറ്റണം, അതങ്ങനെയാണ് എന്നെ ബാധിക്കുന്നതാണ്, ഞാൻ ആത്മഹത്യ. ഇവരെല്ലാം ഈ ആത്മഹത്യയുടെ ആൾക്കാരാണ് കേട്ടോ. മിണ്ടി തീർന്നാണ് ഇവർക്കെല്ലാം ആത്മഹത്യയുള്ളൂ, വേറൊന്നുമില്ല. കാണിച്ചു വെക്കുന്ന മൊത്തം തോന്നിവാസങ്ങളാണ്. എന്നിട്ട് ലാസ്റ്റ് എല്ലാ കാര്യം വന്നപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യും. എന്നാൽ ഇങ്ങനത്തെ തോന്നിയാസങ്ങൾ കാണിക്കാൻ പോകരുത്. എല്ലാം ചെയ്യുകയും ചെയ്യണം, ആരും ഒന്നും മിണ്ടുകയും ചെയ്യില്ല. മിണ്ടിക്കഴിഞ്ഞാൽ ഉടനെ ആത്മഹത്യയാക്കുകയും ചെയ്യും. ഇതാണ് ഇവരുടെയൊക്കെ ഒരു രസമാണ്, ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പുള്ളി ഒന്നിച്ച് ഭീഷണിപ്പെടുത്തി, പുള്ളി ആത്മഹത്യ ചെയ്യും, അതുകൊണ്ട് നീ അത് പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ആ പെൺകുട്ടിയെ കണ്ട് അതിനോട് സംസാരിച്ച് അതിനെ അനുവാദത്തോടു കൂടിയാണ് ഇവരെ പരാതി കൊടുത്തേച്ച് പറഞ്ഞു നിൻ്റെ പേരോ നിൻ്റെ വീട്ടിലുള്ളവരുടെ പേരോ ഒന്നും വരികയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുള്ളിക്കാരി പറയുന്നത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഈ സംഭവം അറിയത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരെങ്ങനെയാണെങ്കിലും അവർ കേസ് വരുമ്പോൾ എന്നാലും വീട്ടുകാർ അറിയാതിരിക്കത്തില്ലല്ലോ. ബന്ധുക്കൾ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സമ്മതിക്കാം. കാര്യം വീട്ടിലുള്ളവർ മാത്രമായിട്ട് അതൊക്കെ തീർന്നേക്കാം. ഇവർ പറയുന്ന വീട്ടുകാർ പോലും അറിയാതെ കേസ് വരുമ്പോൾ എന്നാണ് ഇതിൻ്റെ ചോദ്യം ചെയ്യലും കാര്യങ്ങൾക്കുമായിട്ട് പലപ്പോഴായിട്ട് വിളിക്കുമ്പോഴത്തേക്ക് ചെല്ലാതിരിക്കാൻ പറയും. ഇതിങ്ങനെയുള്ള കേസുകളൊക്കെ മിക്കവാറും കാര്യം ഫിറോസ് എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളൊക്കെ ആകുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെയൊക്കെ കാര്യങ്ങളുണ്ടാകുമ്പോഴത്തേക്ക് അത് സോഷ്യൽ മീഡിയ വരികയും ചെയ്യും, അത് ഉറപ്പായിട്ട് വരികയും ചെയ്യും. എന്നിട്ട് പുള്ളിക്കാർ പറഞ്ഞ് രഹസ്യമായിട്ട് വെക്കാമെന്ന് പറഞ്ഞ് ആ പെങ്കുച്ചിൻ്റെ സമ്മതത്തോടു കൂടി അതിനോട് പറഞ്ഞ് കേസ് കൊടുപ്പിച്ച് ഈ പറയുന്നത് ഫിറോസ് ഇങ്ങനെ പറഞ്ഞു അത് റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നപ്പോൾ ഈ പുള്ളിക്കാരി എന്നെ ചെയ്തു, ആ കേസ് പിൻവലിക്കാണ്ട് തരപ്പ്. അപ്പോൾ ആ കൊച്ചിനോട് എന്ത് സ്നേഹമായിരുന്നുണ്ടായിരുന്നത്? അതിനെ രക്ഷിക്കാൻ പോയതാണോ, ഇല്ലെങ്കിൽ അതിനെ സഹായിക്കാൻ പോയതാണോ? ഒന്നുമല്ല. ഫിറോസ് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫിറോസിനുള്ള പണി കൊടുക്കാൻ വേണ്ടി ആ കൊച്ചിനെ ആയുധമാക്കിയതാണ്, അല്ലാതെ ഇവർ നല്ല കാര്യത്തിനൊന്നും പോയതൊന്നുമല്ല.
ഓക്കെ. എങ്കിലും ഇതൊന്നും ഇത് ഊമക്കത്ത് വന്ന നിനക്കൊരു ഊമക്കത്ത് വന്നതാണെന്ന് പറഞ്ഞിട്ട് നീ അതങ്ങ് ഇല്ലാതാക്കുക, നീ ഒരു വീഡിയോ ചെയ്തെതിരായിട്ട് പ്ലീസ് സജന, അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും, എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോ വോയിസ് റെക്കോർഡ് അല്ല ഇത്, ഇതൊന്നും അല്ല ഒരു വീഡിയോ പോലെ അല്ല ഇത്. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും, അറസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോ മൊത്തം ചാനലും ആവും, ഭയങ്കര മോശം. ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, അതിനകത്ത് ഞാൻ പറയുന്നുണ്ടല്ലോ, ചോദിക്കുന്നുണ്ട് ചെയ്യുമ്പോൾ അറിയത്തില്ലായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് പുള്ളി അങ്ങ് ഭയങ്കര ഇമോഷണലായി. ലാസ്റ്റ് അവരുടെ വീട്ടുകാരെന്നെ വിളിച്ചിട്ട് കരയുന്നു. അപ്പോൾ ഞാൻ ആ മനസാക്ഷി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് വീണ്. എന്നിട്ട് ഞാനും ബാക്കിയുള്ളവർത്തൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു വേണ്ട, നമുക്ക് മൂവ് ചെയ്യേണ്ട, എത്രയെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ തന്തയല്ല. അതെ സാർ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ എൻ്റെ ഫോൺ കിട്ടിയിട്ടില്ലായിരുന്നു. അവരിപ്പം ഇപ്പോൾ റീസെൻ്റ് ഒരു 3-4 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കേസ് അങ്ങനെ തന്നെ നടക്കുക, അത് ക്ലോസും ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ കോൾ റസൂൽക്കാരുടെ പേരിലുള്ള അലിഗേഷൻ ഫുള്ള് ഡിലീറ്റ് ചെയ്യും, ഞാനും ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുണ്ട്. അത് സജൻ നീ ഒരു വീഡിയോ ചെയ്യുക, ഇത് ഊമക്കത്താണ്, അങ്ങനെയുള്ള കള്ളല്ല, ഇതൊന്നും അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ആർക്കും പ്രതികരിക്കാൻ പോകുന്നില്ല, ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലേ, ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, നമ്മൾ ആരും രണ്ടുപേരും മിണ്ടാതിരിക്കാൻ. എന്നിട്ട് ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്തു. മെൻ്റലി പുള്ളിക്കാരൻ സൂയിസൈഡ് ചെയ്യുന്നു മരിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് നിന്ന് ഒരാൾ കരഞ്ഞു പിടിക്കുമ്പോൾ ഞാൻ അത്രയും മനസ്സലിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ശരി ഫിറോസ് നിങ്ങളൊന്നും ചെയ്യേണ്ട, വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാം ഉണ്ട്, നിങ്ങൾ തന്നെയല്ലേ വരുത്തി വെച്ചത്, ഞാനല്ലോ ഇതെല്ലാം വരുത്തി വെച്ചത്, തെളിവ് സഹിതം കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ട് കൊടുത്തു. പുള്ളിക്കാരിയുടെ സംസാരിക്കുന്നത് അത് ഇങ്ങനെയാണ് സജന എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് ആ കേസ് ഞാൻ അവിടെ വിളിച്ചാലും ഞാൻ പറയുന്നത് സാർ ഇപ്പം അങ്ങനൊന്നും ഇല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്തെങ്കിലും ഇതാക്കണമെന്ന് പറഞ്ഞിട്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടി നിന്നതാണ്. സ്വല്പം കുട്ടിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവാ, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഇപ്പോഴും ഞാൻ കാണിച്ചു തരാം, എൻ്റെ അക്കൗണ്ട്. അല്ലെങ്കിൽ പോട്ടെ പുള്ളിക്കാരൻ വന്ന് പറഞ്ഞോ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാനിങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ചെയ്ത്, പുള്ളിക്കാരൻ വന്ന് പറയണ്ടേ. റെസിപ്പുക്കുറ്റിയിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ തെളിവ് കൊണ്ടാണെന്നാണ് പറയുന്നത്. അത് തെളിവ് കൊണ്ടിട്ട് നിങ്ങളുടെ വോയിസ് തന്നെയാണ് തെളിവായിട്ട് കിടക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇത്രയും ഉപദ്രവിച്ചു, ആ പെൺകുച്ചിനെ ഇങ്ങനെ ഒക്കെ കാണിച്ചു, അതും പ്രായപൂർത്തിയാകാത്തൊരു കൊച്ചിനെ കാണിച്ചപ്പം ഇവരുടെ കേസ് വന്ന് അത് പിൻവലിക്കുകയാണെങ്കിൽ, ആ പറഞ്ഞതൊക്കെ പിൻവലിക്കുവാണെങ്കിൽ ഇവർ ഈ കേസിൽ നിന്ന് പിന്മാറും. അപ്പോൾ ഇവർക്ക് എന്ത് ആത്മാർത്ഥതയായിരുന്ന ഒരു കേസിന് ഇവർ മുൻകൈ എടുത്തുന്നത്? ഇവരിപ്പോൾ നല്ലവളാന്ന് പറയാൻ പറ്റുമോ? ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി ഇവർ എന്നതും ചെയ്യും. അതാണ് എനിക്ക് ഇവരുടെ ഈ ഒരു വീഡിയോ, ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തോന്നിയത്. ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി ഇവർ എന്നതും ചെയ്യും, അതിനാരെയും ഇവർ കുരിശി കയറ്റും. അത് തന്നെയാണ് റസൂൽ പൂക്കുറ്റിക്ക് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. ഇവരുടെ നിലനിൽപ്പിനും ഇവർക്ക് പൈസയ്ക്ക് വേണ്ടി കാണിച്ചു കൂട്ടിയിട്ട് തോന്നിയാസാണ് അങ്ങേർക്കും ഈ ഒരു പണി കിട്ടിയേക്കുന്നത്. ഇതിനകത്ത് വേറൊരു വോയിസ് കൂടെ ഉണ്ട്. വേറെ കാര്യം ഇവർ പറഞ്ഞു, നമ്മളെല്ലാം കണ്ടാണ് ഒരു വീഡിയോ ഇവർ മറ്റേ ഫിറോസിന് കൊടുക്കുന്നത്. ഞാൻ ഇത്രയെല്ലാം കാണിച്ചിട്ട് ഇക്കാക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ ഫിറോസിനോട് ജീവിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് അതിന് ഇവർ പറയുന്നൊരു ന്യായീകരണമുണ്ട്. ഇതാണ് ഒരു 1.5 ന്യായീകരണം. ഇതൊന്ന് കേട്ടു നോക്കണേ. ഞാൻ എൻ്റെ അടുത്ത് കാണിക്കുന്ന വേദന ഇയാളെ ഇട്ടിട്ട് പോകുമ്പോൾ ഇയാൾക്ക് മനസ്സിലാകണം എന്ന് പറഞ്ഞ് ഞാനൊരു പണിഷ്മെൻറ്റ് പോലെ. എന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടുകാർ അവർ കുഞ്ഞുമായി വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമ്മ ഞാനിങ്ങനെയാണ്. അവരുടെ അനിയൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, ഫിർദോസ് എന്ന് പറഞ്ഞാൽ അനിയൻ്റെ അടുത്ത് വിളിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമാണ്, എനിക്ക് മടുത്തു. ഞാൻ പക്ഷേ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിച്ചതിൻ്റെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പോൾ പറഞ്ഞു സച്ചിൻ അല്ല, അത് ഞാൻ പറയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മുടെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് വേണ്ടാന്ന് വെച്ച് പോയത് തന്നെയാണ്. അത് ഞാൻ ഇല്ലാന്ന് ഒരിക്കലും ഇല്ല. അത് പോയി ഒരു മാസം തന്നെ പുള്ളിക്കാരൻ വിളിച്ച് കരച്ചിൽ പിടിച്ചിൽ വർക്ക് പറഞ്ഞപ്പം ഞാൻ ഇവന്റെ റിവെഞ്ച് മൈൻഡിൽ, അതായത് ഇവൻ എൻ്റെ അടുത്ത് കാണിച്ചതിന്റെ ഒരു ക്രൂക്കഡ് മൈൻഡിലാണ് ഞാൻ. ജീവിതമല്ല, ജീവിക്കാനല്ല, ഇതിനുള്ളൊരു പണിഷ്മെന്റ് പോലെ. ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സജന, നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മൾ കുഞ്ഞുങ്ങളെ ഓർക്കണം. ഞാൻ പറഞ്ഞു ഈ കുഞ്ഞുങ്ങളൊന്നും നിങ്ങൾ ഓർത്തിട്ടില്ലായിരുന്നോ? അതിന്റെ കുറെ കട്ട് ചെയ്തുള്ള വോയിസ് റെക്കോർഡാണ് ഫിറോസ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കട്ട് ചെയ്തുള്ള ഫുൾ ധൈര്യമാണെങ്കിൽ ഫുൾ ഇടാൻ പറയാൻ. അവൻ കരഞ്ഞു അത് തന്നെ അവിടുന്ന് ഷൂട്ട് ചെയ്ത്, അത് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് ഇവനെ വേണ്ട, എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വരുവാന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്ത സാധനം ഒരു വീഡിയോ ആണ് അവൻ ഇട്ടു. ഈ സാധനം നമ്മൾ അറിയുന്നുണ്ടോ? ഇവനെ വേദനിപ്പിക്കാൻ ഇവന് മനഃപൂർവ്വം ഇട്ട് കൊടുത്ത സാധനമാണത്. അല്ല, കാരണം വെച്ചാൽ നമ്മൾ പറയത്തില്ല ഏട്ടാ, എന്താ പറയുക, അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന പൊട്ടത്തരം തോന്നിക്കുന്ന നമ്മളെ തന്നെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ പറയുന്നത് തരുന്ന വഴി തന്നെ തിരിച്ചു പണി കൊടുക്കാന്നുള്ള സാധനത്തിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തിൽ പോയപ്പോൾ ആക്ച്വലി നമ്മൾ ഈ പറയുന്ന കണക്ക് നമുക്ക് കുറേ ക്രൂരത നമ്മളടുത്ത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളുടെ അറ്റാച്ച്മെന്റ് തോന്നും. അത് സ്വാഭാവികമാണ്. കാരണം ഇവിടുത്തെ ക്രൂരതയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ കൊച്ചു പ്രായമാണ്. അന്നത്തെ പ്രായത്തിൽ പൊട്ടത്തരത്തിൽ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ആരെങ്കിലും അഞ്ചാറാക്കി വന്നാൽ നമ്മൾ വീണു. അല്ലല്ല, മലപ്പുറം ഏരിയയിലായിരുന്നു. ആ ടൈമിൽ തന്നെ ഫിറോസ് ഖാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ തിരിച്ച് പുള്ളിക്കാരൻ കരഞ്ഞു വിളിച്ചു. എനിക്ക് പുള്ളി തന്നെയാണല്ലോ അപ്പോഴും. അല്ല, അതൊക്കെ നമ്മൾ പ്ലാൻഡ് ആയിരുന്നു എല്ലാവരും. ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. എന്നിട്ടും പുള്ളിക്കാരൻ ആക്ച്വലി എൻ്റെ അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം, പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് റിവെഞ്ച് ആയിരുന്നു പുള്ളിക്കാരൻ. ശരിക്കും പറഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം. എനിക്ക് പുള്ളിയെടുത്തുള്ള പ്രതികാരം കിട്ടാൻ ഒരാളെ ഉപയോഗിച്ചു തന്നെ വേണമെങ്കിൽ പറയാം. ഈ പറയുന്നതിനകത്ത് എന്നതെങ്കിലും യോജിപ്പുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഭർത്താവിനെ തോപ്പിക്കാൻ വേണ്ടി വേറൊരുത്തൻ്റെ കൂടെ പോകുക, എന്നിട്ട് അവനെ നിർത്തിക്കൊണ്ട് ഭർത്താവിന് വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുക, എന്നിട്ട് പുള്ളിക്കാരിക്ക് അയാളുടെ ഒരു ഫീലിങ്സ് ഇല്ലായിരുന്നു. എന്നിട്ട് ആ വായി തന്നെ പറയുന്നുണ്ട് പൊട്ടബുദ്ധിക്ക് തോന്നിയതാണ്, അങ്ങേരുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി പോയതാണെന്നും ഇടയ്ക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്, ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് അയാളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി പോയതാണ്. എന്നിട്ട് അത് തന്നെ തിരുത്തി പറയുന്നുണ്ട്, അല്ല ഞാൻ ഫിറോസിനോട്ട് ഒരു പണി കൊടുക്കാൻ പോയതാണ്. സ്വന്തം ഭർത്താവിൻ്റെ പണി കൊടുക്കാൻ വേറൊരുത്തരോടെ പോയി ജീവിച്ചാണ് കാണിക്കുന്നത്.
അങ്ങനെ ഇവർ പറയുന്ന ഇത് മൊത്തവും നുണയാണ്. ഈ ഒരു ഇൻ്റർവ്യൂ ഫുള്ള് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരിക്കിട്ട് ഒന്നും കൂടെ അടുത്ത നെഗറ്റീവ് വരത്തേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്താൽ ഇവർ കൊടുക്കുമ്പോൾ ഇച്ചിരി മാന്യമായിട്ടുള്ള ഇൻ്റർവ്യൂ കൊടുക്കുക. പിന്നെ ഈ ഇൻ്റർവ്യൂ എടുത്ത ചേട്ടനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നത് ഈ പൊട്ടത്തരങ്ങൾ മൊത്തം കേട്ടേച്ച് ഈ പുള്ളിക്കാരി പറയുന്നതല്ല ഏസ് വെച്ച് ആണോ അതെയോ അല്ലയോ എന്നും പറഞ്ഞിട്ട് ഇരിക്കുന്നിടത്ത് പുള്ളി എന്നിട്ട് ഇടയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക്. ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെയല്ല, ഈ ഒരു സംഭവത്തിൽ പുള്ളി ശരിക്കും പുള്ളി അത് കൊള്ളിച്ചാണ് ചോദിക്കുന്നത് പലതും. എന്നിട്ട് ഒരു ഉള്ളപ്പും ഇല്ലാതിരുന്നേച്ച് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ പറഞ്ഞേച്ച് ഞാൻ പതിവ്രത, ബാക്കിയുള്ളവർ മൊത്തം പ്രശ്നക്കാർ, കെട്ടിയോനും പ്രശ്നക്കാരൻ, കൂട്ടുകാരും പ്രശ്നക്കാർ, എല്ലാവരും പ്രശ്നക്കാർ, പുള്ളിക്കാർ മാത്രം ചെയ്ത നല്ല കാര്യങ്ങൾ, നന്മമരം. ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂ ഒക്കെ സത്യം പറഞ്ഞാൽ ഈ മറുനാടനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൊള്ളാവുന്നൊരു ചാനലാണ്, നല്ലൊരു ചാനലൊക്കെയാണ്. അതിനകത്തൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഇൻ്റർവ്യൂ ഒക്കെ കൊണ്ടുവന്ന് മനുഷ്യരെ പൊട്ടനാക്കുന്ന രീതിക്കുള്ള ഇൻ്റർവ്യൂ ഒക്കെ കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ട് എന്നാത്തിന് ഇതൊക്കെ ഇൻ്റർവ്യൂ ആക്കുന്നത്. ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും സത്യങ്ങളല്ല. ഇവർ പറയുന്ന മുഴുവനും ഇവർ സ്വയം ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളാണ്. ഇവരിങ്ങനെ വീണ്ടും 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 ഇങ്ങനെ ഓരോന്നെടുത്ത് ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഇവരെ വെളുപ്പിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവരുന്നതാണ്. പക്ഷേ അത് ഇവർക്കിട്ട് നേരെ തന്നെ വിരൽ ചൂണ്ടുന്ന വാക്കുകളാണ് ഇവർ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇടയ്ക്ക് ഇവർ പറഞ്ഞു വരുമ്പം സത്യങ്ങൾ അറിയാതെ പുറത്ത് വരുന്നു. എന്നതാണെങ്കിലും ബാക്കി ഇനി ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി എന്നാ പൊട്ടത്തരങ്ങൾ കൊണ്ടൊക്കെയാണ് വരുന്നത് നമുക്കറിയത്തില്ല. എന്നാലും നിങ്ങൾക്ക് എന്നാന്ന് വെച്ചാൽ അഭിപ്രായം വെച്ച് നിങ്ങൾക്ക് പറയാം. കാര്യം എന്നാന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയ വന്നു വെച്ച് ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര സ്നേഹമായിട്ട് ഇവരങ്ങ് അഭിനയിക്കുമായിരുന്നു. ഇവർ ബിഗ് ബോസിൽ ചെന്ന് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളറിയാം. അതിനകത്തുള്ള പെൺകുട്ടികളെ പെൺകുട്ടികളെ മാത്രമല്ല എല്ലാ മനുഷ്യരെയും വെറുപ്പിക്കുകയാണ് ചെയ്തത് ഫിറോസും ഈ സജിനയും കൂടെ. ഫിറോസാണ് ഏറ്റവും കൂടുതൽ കിടന്ന് കാണിച്ചത്. ലാസ്റ്റ് അവിടെ നിന്ന് ഇറക്കി വിടുവായിരുന്നു ചെയ്തത്. ആ ഒരു ഇതിൽ നിന്നും ലാലേട്ടൻ പറഞ്ഞ് പോരാൻ പറഞ്ഞ് ഇറക്കി വിടുവാണ് ചെയ്തത്. അത്രയ്ക്ക് വെറുപ്പിച്ചവരാണ് ഇവർ രണ്ടും. ഈ സജിനി ഒട്ടും മോശമൊന്നും അല്ലായിരുന്നു. ഇവരും അതിനെല്ലാം കൂട്ടുനിന്ന് ഇവരും കുറേ കോലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്ത് ഭയങ്കര ഒട്ടിയിരുന്ന കപ്പിൾസാന്ന് പറഞ്ഞ് കാണിച്ചതാണ്. ഈ മാതിരി തോന്നിവാസമായിരുന്നു രണ്ടിൻ്റെയും കയ്യിലുണ്ടായിരുന്നത്. ഈ ചിലരുണ്ട് കേട്ടോ, ഭയങ്കര അഭിനയമായിരിക്കും. ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര പുറത്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന കുറേ സ്നേഹങ്ങളുണ്ട്. വാരി കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, ഇതൊക്കെ വെച്ച് ലോകത്ത് ആരും ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്ന ഒരു സ്റ്റൈലാണ്. കുറച്ച് കഴിയുമ്പോൾ കേൾക്കാം ഇവരുടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മൊത്തം അവിഹിതവും, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയരോഗികളും പ്രശ്നക്കാരും എപ്പോഴും തമ്മിൽ തല്ലി കുറച്ച് കഴിയുമ്പോൾ നാല് വഴിക്ക് തിരിയുന്ന കാണാം. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കില്ല, ഒന്നുമില്ല. അതാണ് സംഭവിക്കുന്നത്. മിക്കവരും പറയേണ്ടിയോ അവർ ജീവിക്കുന്നുണ്ട് എന്നെ സന്തോഷിക്കുന്നത്. അതൊക്കെ ചുമ്മാ ഒരു മൂടുപടമാണ്, പുറത്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കാണിക്കുക. അത് തന്നെയാണ് ഇവരൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോൾ വന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്നു. എന്നതാണേലും സോഷ്യൽ മീഡിയ വന്നിച്ച് ഈ മാതിരി കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോഴാണ് നമ്മളെപ്പോലുള്ളവരൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ കാണാവുന്നേ. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം.